ഓക്കെ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് സ്റ്റൈലിങ്ങിനും അതേപോലെ ഫോണ്ട് സൈസിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് എലമെൻ്റ് കൊടുത്തത്, ഒരു H1 എലമെൻറ്റും ഒരു സ്പാൻ എലമെൻറ്റും. ഓക്കെ, ഞാനിപ്പം സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം H1 എന്നുള്ളത് കുറച്ച് നല്ല സൈസിൽ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ടെക്സ്റ്റായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓരോരോ ഡിവൈസിലും ഇപ്പം നമ്മൾ ബ്രൗസറിലാണെങ്കിൽ ഏകദേശം യൂണിഫോം ആയിട്ടാണ് എല്ലാ ബ്രൗസറിലും നമ്മൾ കാണാം, ഒരേ സൈസായിട്ട് തന്നെ നമുക്ക് കാണാം. ഓക്കെ, ഇനി മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു സൈസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇവിടെ കാണുന്ന അത്രയും സൈസുള്ളതാവണം എന്നല്ല നമ്മൾ മൊബൈലിൽ കാണുന്ന H1 ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ ഡിവൈസിനനുസരിച്ചും ചെറിയ സൈസിൽ വേരിയേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഡീഫോൾട്ടായിട്ട് വരുന്ന ഈ ഒരു ഫോൺ സൈസ് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ സ്പാനിനെ പിടിച്ചിട്ട് H1ൻ്റെ അതേ ബിഹേവിയർ കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ സ്റ്റൈലിംഗ് ഉപയോഗിക്കുന്നത്. സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് വരുന്നത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും പുതിയ ബിഹേവിയർ നമുക്ക് അതിനെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാനും പുതിയ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ ആൾറെഡി വരുന്ന സ്റ്റൈലിനെ മാറ്റാൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ H1 എന്ന് പറയുന്നതിൻ്റെ ഇപ്പം കറൻ്റ് വരുന്ന ഒരു ഡീഫോൾട്ട് സ്റ്റൈലുണ്ട്, കളർ ബ്ലാക്ക്, ഒരു സൈസ് ഇത്രയും വരുന്ന രീതിയിൽ. എനിക്കിതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പോൾ ഈ കളർ മാറ്റാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കേണ്ടത് ഫോണ്ടിൻ്റെ കളർ മാറ്റാൻ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് എനിക്ക് അതിന് കളർ കൊടുക്കാൻ പറ്റും. ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കളർ മാറിയിട്ട് നമുക്ക് പുതിയ കളർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ മറ്റു പല ആട്രിബ്യൂട്ട്സും മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ ഈ സ്പാൻ എടുക്കുകയാണെങ്കിൽ ഈ സ്പാനിന് എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ എലമെൻ്റ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് സ്റ്റൈലിനെ കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ സ്പാനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പാനിൻ്റെ സ്റ്റൈലിന് ഒന്നും സ്റ്റൈലൊന്നും കൊടുത്തിട്ടില്ല, ഇപ്പോൾ എം ടി ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ ഫോൺ സൈസ് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ഞാൻ ഫോൺ സൈസ് കൊടുത്തു. എന്നിട്ട് ഞാൻ ടാബ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് കോളം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോയി. അവിടെ കൊടുത്തിട്ട് ഞാനൊരു ഫോൺ സൈസ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 2EM എന്ന് പറയുന്ന ഒരു ഫോൺ സൈസ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് രണ്ടും ഒരേ സൈസിലായി. സൈസ് ഏകദേശം ഓക്കെയാണ്. ഇത് കുറച്ചും കൂടി തിക്നെസ് ഉണ്ട്, അത്രയും തിക്നെസ് ഇതിനില്ല. അപ്പോൾ ഞാൻ ഇതിനെ വന്നിട്ട് ഞാൻ ഫോണ്ടിന് വെയിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഫോണ്ട് വെയിറ്റിന് ഞാൻ ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഫോണ്ട് ബോൾഡായി. ഇപ്പോൾ ഏകദേശം ഇത് രണ്ടും ഒരേ ലുക്കായിട്ട് മാറി. അപ്പോൾ ഇത് ശരിക്കും സ്പാനാണ്. അതിനെനിക്ക് വേണമെങ്കിൽ ഹെഡിങ്ങിൻ്റെ ലുക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഈവൻ ഹെഡിങ്ങിൻ്റെ ലുക്കിലുള്ളതിന് എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ചെറിയ സൈസിലാക്കാനും പറ്റും. നമുക്ക് എക്സിസ്റ്റിംഗ് ബിഹേവിയർ മാറ്റാനും പറ്റും, പുതിയ ബിഹേവിയർ അതിന് ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് CSS നമ്മൾക്ക് HTML സ്റ്റൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും നമുക്കൊരു സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്റ്റൈലിംഗ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈല് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്റ്റൈൽ ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കിവിടെ വർക്കാവുന്നത്. ഓക്കെ, അപ്പം ഇനി എനിക്ക് ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ ഇവിടെ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിന് നമ്മൾ കൊടുത്തത് ഫോണ്ട് സൈസ് 2EM എന്നാണ് കൊടുത്തത്. ഈ EM എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ആണ്. ഫോണ്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് EM അല്ലെങ്കിൽ പിക്സൽ, PX. ഓക്കെ, അപ്പോൾ ഈ വെബിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ ക്വിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ W3 സ്കൂൾസിൻ്റെ CSS യൂണിറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ W3 സ്കൂളിൻ്റെ സൈറ്റ് എന്നുള്ളൊരു പേജാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. വിഡ്ത്തിന്, മാർജിന്, ഫോൺ സൈസിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് രണ്ട് കാറ്റഗറി ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് ലെങ്ത്, ഫിക്സഡ് ലെങ്ത് ഉള്ള കുറച്ച് യൂണിറ്റ്സും, പിന്നെ മറ്റൊന്ന് റിലേറ്റീവ് ലെങ്ത് ഉള്ളത്. ഫിക്സഡ് ലെങ്ത് ഉള്ളത് 1 സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, ഇഞ്ച് ഇതെല്ലാം ആണ്. ഓക്കെ, പിന്നെ ഒന്ന് പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്ററിൻ്റെ അതിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 96 പിക്സലാണ്. അപ്പം ഒരു പിക്സൽ എന്ന് പറയുന്നത് ഒരു ഇഞ്ചിന്റെ 96 ഒരു പോർഷനാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഡിവൈസിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും. ഇപ്പം ലോ റെസൊല്യൂഷൻ ഡിവൈസും ഹൈ റെസൊല്യൂഷൻ ഡിവൈസും ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷെ എന്നാലും അതിനെ നമുക്ക് ഫിക്സഡ് അബ്സല്യൂട്ട് ലെങ്ത്തിന്റെ കാറ്റഗറി തന്നെ പെടുത്താൻ പറ്റും. പക്ഷെ ഇതിൽ നമ്മൾ ഈ പിക്സൽ അല്ലാത്ത വേറെ ഒന്നും നമ്മൾ ശരിക്കും നോർമലി CSS ഉപയോഗിക്കാറില്ല. കാരണം ഈ ബാക്കി കൊടുക്കുന്ന CM MM കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് പ്രിന്റ് ചെയ്യാനുള്ള, ഇപ്പൊ ഞാനൊരു സംഭവം എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് അത് ശരിക്കും എനിക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ള യൂണിറ്റ്സ് ഉപയോഗിക്കുക. അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ക്രീനിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നോർമലി നമ്മൾ ഈ CM MM കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ പിക്സലാണ് ഉപയോഗിക്കുക. പിന്നെ റിലേറ്റീവ് ലെങ്ത്തിൽ വരുന്ന കുറച്ചെണ്ണുണ്ട്. ഓക്കെ. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഒന്നാണ് EM എന്ന് പറയുന്നത്. EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ടു ദ ഫോണ്ട് സൈസ് ഓഫ് ദ എലമെന്റ്. 2EM മീൻസ് 2 times the size of the current font. ഇപ്പം ഇപ്പം നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാനിപ്പോൾ ഇതിന് ഫോണ്ട് സൈസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്പാനിന് വരുന്ന പിന്നെ ഒരു ഫോണ്ട് സൈസ് ഉണ്ട്. ഓക്കെ. അപ്പം ആ എലമെന്റിന് ഞാൻ ഫോണ്ട് സൈസ് 2EM ആക്കി കൊടുക്കുന്ന സമയത്ത് എന്താ ശരിക്കും നടക്കുന്നത്? 2 times the font size of the current font. ഇപ്പോൾ ഉള്ള ഫോണ്ടിന്റെ ഒരു സൈസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കാണുന്ന ഒരു ഫോണ്ട് സൈസ് അതിന്റെ 2EM എന്ന് പറയുന്നത് 2 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ പിന്നെ ഇതിന്റെ 2 ഇരട്ടിയാക്കി ആയിട്ടാണ് ഞാൻ മാറ്റുന്നത്. അതിന് ഡീഫോൾട്ട് ആയിട്ട് അതിന് വരുന്ന ഒരു ഫോണ്ട് സൈസിന്റെ 2 ഇരട്ടിയാക്കിയിട്ട് മാറ്റി, 2 times ആക്കിയിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ ഇതേപോലെ പിന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള EM ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ചെയ്യുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ഈ EMന്റെ വാല്യൂ ഓരോരോ ഡിവൈസിനനുസരിച്ചും ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ മൊബൈലിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ റെസൊല്യൂഷനുള്ള മൊബൈലിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ EMൽ പിന്നെ ഇപ്പം സ്പാനിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന H1 ഡീഫോൾട്ട് ആയിട്ട് വരുന്ന വാല്യൂ ആ ഡിവൈസിനനുസരിച്ചുള്ള വാല്യൂ ആണ് വരിക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പിന്നെ അതിന്റെ എത്ര ടൈംസ് കൂട്ടണം അല്ലെങ്കിൽ കുറക്കണം അങ്ങനെയുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഈവൻ പോയിന്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഡെസിമൽ പോയിന്റുള്ള നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇതിൽ നമ്മൾ നോക്കിയത് ഫോണ്ട് സൈസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സഡ് വിഡ്ത്ത് ആയിട്ടുള്ള, ഇപ്പം ഞാനിവിടെ 20 പിക്സൽ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഫോണ്ട് സൈസ് ആ രീതിയിലും കൊടുക്കാൻ പറ്റും. 2 രീതിയിലും കൊടുക്കാൻ പറ്റും. ഫോണ്ടിനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും EM വെച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടത് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പാനിനെ പിടിച്ചിട്ട് ഹെഡിങ്ങിന്റെ പോലെ ആക്കി മാറ്റാൻ പറ്റും. തിരിച്ച് ഹെഡിങ്ങിനെ പിടിച്ചിട്ട് വേണമെങ്കിൽ സ്പാനിന്റെ രീതിയിൽ നമുക്ക് ആക്കി മാറ്റാനും പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റൈൽ കൊടുക്കാനുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ഇതിലുള്ള മറ്റുള്ളത് നമ്മൾ പിന്നീട് കവർ ചെയ്യും. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറെ ഒന്നാണ് പെർസെൻറ്റേജ്, പിന്നെ വ്യൂ പോർട്ടിന്റെ വിഡ്ത്തും ഹൈറ്റും. അതെല്ലാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ചെയ്യും. ഇപ്പം ഫോണ്ട് സൈസിനുള്ള EM എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ കറണ്ട് ഫോണ്ട് സൈസിന് അതിന് എത്ര ടൈംസ് ആക്കിയിട്ട് കൂട്ടണം അല്ലെങ്കിൽ കുറക്കണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. നമുക്കിവിടെ ഈ സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താ കൊടുത്തിട്ടുള്ളത്, നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റൈൽ ഈക്വൽ ടു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് വേറെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ.